മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യത്തിൽ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായില്ല. ഈ വിഷയം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപാകെ പരിഗണനയിൽ വന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കുമെന്നായിരുന്നല്ലോ റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണത് ഇന്നത്തെ യോഗത്തിന് പരിഗണനാ വിഷയമാകാതിരുന്നത്? മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം പരിഗണിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ അല്പസമയത്തിനകം ഷഫീദ് റാവുത്തർ നൽകും. ഷഫീദ്, കേൾക്കാമെങ്കിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകുമെന്നായിരുന്നല്ലോ നേരത്തെ വന്ന സൂചനകൾ. എന്താണ് അത് പരിഗണനാ വിഷയമാകാതിരുന്നത്? വിജയകുമാർ, ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളെ കുറിച്ചാണ്. മറ്റ് കാര്യമായ വിവരങ്ങളൊന്നും, മറ്റ് കാര്യമായ സംഭവങ്ങളെ കുറിച്ചൊന്നും ചർച്ചയായില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഏപ്രിൽ 21-ന് സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ കാസർഗോഡ് നിന്ന് തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. അതിൽ ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്നുള്ളതാണ്. വലിയ ആകാംക്ഷ നിലനിൽക്കുന്നതാണ് ചോദ്യം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് അടക്കം വരുന്നു. മാത്രമല്ല, മറ്റ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ആര് മാറും എന്നുള്ളതിന് മറുപടി മുഖ്യമന്ത്രിയായിരുന്നു അന്തിമ തീരുമാനമായി എടുക്കേണ്ടത്. എന്നാൽ ആ വിഷയം ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായില്ല. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വിശദീകരിച്ചതുമില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം, പല പേരുകൾ ഈ വിഷയത്തിൽ വന്നിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് രാഷ്ട്രീയ നിയമനം വേണമോ അതോ ഉദ്യോഗസ്ഥതല നിയമനം വേണമോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു തീരുമാനമെടുക്കേണ്ടത്. അക്കാര്യങ്ങളിലൊന്നും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ചയായില്ല. അതേപോലെ തന്നെ ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ചയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചും കാര്യമായ ചർച്ചകൾ നടന്നില്ല. UDF സ്ഥാനാർത്ഥി ആരാണെന്ന് അറിഞ്ഞ ശേഷം മാത്രം CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് സാധ്യതയുള്ളൂ എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് ലഭിച്ച വിവരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായില്ല. ഇനി പ്രൈവറ്റ് സെക്രട്ടറി നിയമനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം അത് നിർണായകമായി മാറുകയും ചെയ്യും. വിജയകുമാർ. യെസ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഈ രണ്ട് വിഷയങ്ങൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുൻപാകെ വന്നില്ല. സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ യോഗത്തിന് മുൻപാകെ എത്തിയത് എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.